ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതാ വെള്ളിയാഴ്ച. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും കുട്ടികൾക്ക് ക്ലാസ്സില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു അതിന് ബഹളം വയ്ക്കാനുള്ള സമയമില്ല. നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാപ്റ്റിസത്തിന് പോയില്ലേ, അവിടെ തന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ ഷീതുവിൻ്റെ കല്യാണമാണ്, മനസ്സമ്മതമാണ് നാളെ. അപ്പോൾ നാളെ, അതായത് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാവും. അപ്പോൾ അതേ എന്നെ നേരം വെളുത്ത് കണ്ട വഴിക്ക് ഇത് ചാക്കോച്ചൻ്റെ വരികയാണ് കേട്ടോ. അപ്പോൾ അവൻ പുതിയത് പഠിച്ചിട്ടുള്ളതാണ് സ്റ്റാച്ചു എന്നുള്ളത്. അങ്ങനെ ഞാൻ ദേ രാവിലെ കിച്ചണിൽ വന്നപ്പോൾ ഇന്ന് നൂലപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നൂലപ്പം 2 ഇതിലായിട്ടാണ് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിയില്ലോ. പ്രത്യേകിച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ട് കറണ്ടിന് ഒരു ചെറിയൊരു പ്രശ്നം, മൊത്തം കിടന്ന് മിന്നലാണ്. അപ്പോൾ ചേച്ചി അക്കി വിളിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു ജോർജേട്ടൻ്റെ അവിടെ അതെ ഫ്ലാറ്റിൽ അവിടെ കറണ്ടിൻ്റെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങോട്ട് വന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മൊത്തം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഉച്ച തിരിഞ്ഞാണ് കറണ്ട് ശരിക്കും ആയത് കേട്ടോ. ഒരു ലൈൻ പോയി കിടക്കായിരുന്നു. അത് കഴിഞ്ഞൊക്കെ അവിടേക്ക് വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഓക്കെ ആയത്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്കറിയാലോ, കാണുമ്പോൾ തൊട്ട് ഇൻഡക്ഷനിലാണ് പകുതി ചെയ്യുക. ആദ്യം 2 ഇൻഡക്ഷനായിരുന്നു, അതിൽ നിന്ന് മാറ്റിപ്പോൾ ഒരെണ്ണത്തും ആക്കിയിട്ട് ബാക്കി ഗ്യാസ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കറണ്ട് അതും ഇല്ലാണ്ടാകുമ്പോൾ ശരിക്കും പാടുപെടും. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 11:30 ആകുമ്പോഴേക്കും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലെ തോമൂനെയൊക്കെ കൊണ്ടാക്കുന്നതോട് കൂടിയിട്ട് ഡിവൈനും ഡോണും പർച്ചേസിങ്ങിന് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ രാവിലത്തെ പോസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോക്ക് ബാംഗിൾസാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ ഡയമണ്ട് ഫിനിഷിലുള്ള വളകളാണ്. അതിൻ്റെ അതേ പാറ്റേണാണ്, നമ്മൾ ഡയമണ്ടിൽ കാണുന്ന അതേ ഡിസൈനും പാറ്റേണുമാണ് കേട്ടോ. എല്ലാ സൈസുകാർക്കും ഇടാം. സൈഡിൽ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണിത്. കാരണം ഇതൊരെണ്ണം ഇട്ട് ഒരു റൂബിയുടെ കൊച്ചു പെൻഡൻ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ റൂബിയുടെ മാലയായാലും കുഴപ്പമില്ല. അത് പ്രായത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ റൂബിയൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് ഉണ്ട്, ഈ വൈറ്റിൻ്റെയും ഈ റൂബിയുടെ ഒക്കെ ഫുൾ സെറ്റ് ഉണ്ട്. ഇത് അതുപോലെ കരിമണിമാല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ ഒരെണ്ണം വേണം എന്ന് പറഞ്ഞേക്കാം. 10 പിടിയിൽ നല്ല ഭംഗിയുണ്ടാവും. നീളനെ ഇട്ടിട്ട് അതും ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാവും. അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞേക്കാം. കാരണം എൻ്റെ മൂത്ത ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ ഇതുപോലത്തെ 2 ഇഴയിൽ പടി വെച്ചിട്ടുള്ള കരിമണി അന്ന് ഭയങ്കര ഫാഷനല്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ അത് വേണമെന്നൊരു തോന്നല. അപ്പോൾ ഇത് നമ്മളുടെ പാലക്കയുടെ ജിംകികളാണ് കേട്ടോ. 2 പാറ്റേണാണ്. ഒന്ന് എന്താ പറയുക, കല്ലില്ലാത്ത സാധാരണ എന്താ പറയുക കുറച്ചുകൂടി പ്രായമുള്ളവർക്ക് ഇടാൻ. ഇത് നല്ല ഗോഡിയായിട്ടുള്ള സംഭവം. ഇത് 2 കൂടി കണ്ടാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഒറ്റയ്ക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കല്യാണ സീസൺ ആയതുകൊണ്ടാണ് കുറച്ച് തിരക്കുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ പോലെ വീഡിയോസ് ഒന്ന് വീട്ടുകാര്യങ്ങൾ വിട്ട് കുറച്ച് ബിസിനസ്സിലേക്കും കൂടി എനിക്ക് കടക്കേണ്ടി വന്നിട്ട്. കാരണം ഞാനിരിക്കുന്നത് മൊത്തം ഇതിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതല്ലേ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ മുന്നിൽ വന്ന് കിടക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്തിപ്പോൾ എന്താ പറയുക സെൻഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ എനിക്കത് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ അതേ കുട്ടികളെ കൊണ്ടുവരനോട് കൂടിയിട്ട് ഗപ്പീനെ കൊണ്ടുവന്നു. പിന്നെ ഫിഷ് ടാങ്കിലേക്കും കുറച്ച് മീനെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഞാൻ കയ്യോടെ ഇവിടെ കൊണ്ടുവന്നിടും. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഒന്ന് പെയിൻറ്റ് ചെയ്യണം. കാരണം എല്ലാതും പോയി കിടക്കുക. ഞാൻ പറഞ്ഞില്ലേ 3 തവണയായിട്ട് ഇവിടെ പൊളിച്ച് പണിതപ്പോൾ കംപ്ലീറ്റ് ഓരോ പ്രാവശ്യം ഈ സിമെൻറ്റിലെ പണിയല്ലേ. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് കുറച്ച് ചണ്ടി അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. കാരണം അതിൽ തിങ്ങിയിട്ടാണ് നിൽക്കണേ. അപ്പോൾ ഇതിൻ്റെ വലിയ ബേസിനുണ്ട്, അതിൽ ഫുൾ മണ്ണായിട്ടിരിക്കുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അങ്ങോട്ട് പകർത്താനൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇവിടത്തെയൊക്കെ കണ്ടു പെയിൻ്റൊക്കെ പോയി. അങ്ങനെ ഞാൻ ഇതിലേക്ക് മീനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ടു. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ നിന്ന് മീൻ കൊണ്ടുപോയി ആൾക്കാരുടെ കണക്കുണ്ടാവില്ല, അത്രയധികം മീൻ നമ്മളുടെ ടാങ്കുകളിലുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരവസ്ഥയാണ്. എന്നാലും സാരമില്ല, അത് പെറ്റി പെരുകിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പാറ്റുക എന്നല്ലേ പറയാം. അങ്ങനെ ഇന്നത്തെ കറികളാണ് കേട്ടോ. കൂർക്കയുണ്ട്, രസമുണ്ട്, പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അച്ചാറുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ ഫുഡ് അപ്പോഴാണ് 2 കൊറിയർ വന്നത്. ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിക്കർ വാങ്ങിയിട്ടുള്ളതാണ്. നമ്മളുടെ കോണിയുടെ ഭാഗം മൊത്തം ഭയങ്കര അഴുക്കായിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുപോകുമ്പോൾ തുമ്പ് പൊട്ടിയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ മാത്രം പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൊത്തുണ്ടാക്കിയല്ലോ നമ്മളുടെ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന്. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതെന്താണ് ഈ വെള്ള കളറിന്. അത് ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. ആ വെള്ള കളർ വട്ടം എല്ലാ റൂമിലും കാണുന്നത്.
അതുകൊണ്ട് എന്താ വെച്ചാൽ ചെതലിൻ്റെ ശല്യമില്ല, പക്ഷേ കാണുമ്പോൾ ഭയങ്കര വൃത്തിയാണ്. അപ്പം ഞാൻ സ്റ്റിക്കർ ഇട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഓർഡർ ചെയ്ത് വന്നതാണ് അത് കേട്ടോ. പക്ഷേ വന്നപ്പോൾ കളർ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ വല്ലാണ്ട് ആയിക്കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ അവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ വിഞ്ചും. ശരിക്കും എൻ്റെ കയ്യിൽ നമ്മുടെ മുമ്പത്തെ ഫോട്ടോസ് ഉണ്ടാവുള്ളൂ, പണ്ടിങ്ങനെ വീഡിയോസൊന്നും ഇല്ലല്ലോ. ഉള്ളവർക്കറിയാം ഞാൻ ഫുൾ ഫെൻഷയുടെ സംഭവങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഫുള്ളായിരുന്നു. എൻ്റെ അടുത്തൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കവിരാജാണ് എനിക്ക് അത് പറഞ്ഞു തന്നതും. ചന്ദ്രലക്ഷ്മണനാണ് ശരിക്കും. ഡിംപിളുടെ 13ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേയിലാണ് കൊച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അത് ഫെൻഷോയുടെ ലാഫിംഗ് ബുദ്ധേനെ തന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ് എനിക്ക് ഇതിലുള്ളൊരു ഇത് എന്ന് വെച്ചിട്ട് ഇത് ഹിന്ദുസിൻ്റെ മുസ്ലിംസിൻ്റെ അങ്ങനെയുള്ളൊരു വേർതിരിവ് നിങ്ങളൊരിക്കലും കാണരുത്. ഇതൊക്കെ ഒരു വാസ്തുവാണ്, അല്ലാണ്ട് വേറെ ഇതിലൊരു അന്ധവിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളാം. കുറേ പേർക്ക് അങ്ങനത്തെ കുറേ പൊട്ട ചിന്തകളുണ്ട്, അത് ആദ്യം ഒഴിവാക്കാം കേട്ടോ. ഇത് വിഞ്ചിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കെയറിനോടത്ത് കാറ്റത്ത് ഇങ്ങനെ ആടും. അത് നല്ലൊരു സംഭവമാണ്, പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. ഹോം ടൂർ നോക്കിയാൽ അറിയാം. പിന്നെ ഓരോന്ന് പൊട്ടി പോയപ്പോൾ പിന്നെ ഞാനത് എന്താ പറയുക, ഇതെവിടെയോ ഇങ്ങനെ ബ്ലറായി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വോയിസ് ഓവർ കൊടുക്കൽ നിർത്തിയത് കേട്ടോ. പിന്നെ ശരിയായി, ഇനി പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ ചട്ടി തൂക്കിയിടുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഇതേ പിള്ളേർസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയതിന് ശേഷം ഫുൾ വലിച്ചിട്ടേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് നേരം കിടന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥിരം ഉച്ചയ്ക്ക് നല്ലോണം കിടന്നുറങ്ങും. ഒരു 2:30 പോസ്റ്റിംഗ് കഴിഞ്ഞ് വന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു 6 മണി വരെ ഞാൻ അവിടെ കിടന്നുറങ്ങും കേട്ടോ. അതുകൊണ്ട് എന്തോ ക്ഷീണമൊന്നുമില്ല, സുഖമായിട്ട് എന്താ പറയുക ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മുഷിഞ്ഞിരിക്കണമെന്ന്. അത് നമ്മളുടെ വലിയ ഫ്രിഡ്ജ് കയറ്റാനായിട്ട് പറ്റാണ്ടായപ്പോൾ അന്നിങ്ങനെ തട്ടി വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ പൊട്ടൽ വന്നു. അങ്ങനെ ഉണ്ടായതാണ് ആ മുറി. പക്ഷേ ഭയങ്കര വൃത്തിയാണ്. പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ കാണാം, നേരിട്ട് കാണുമ്പോൾ അത്ര തോന്നില്ലെങ്കിലും വീഡിയോസിൽ അത് വളരെ മോശമായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഡാഡിയോട് കുറേ പറഞ്ഞു, ഈ കളറിലൊന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികേട് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ പിന്നെ അത് എങ്ങാനും കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പണിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കണതാണ് കേട്ടോ. അങ്ങനെ ദേ പിള്ളേർസ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അവരിതേ കിടക്കാൻ പോയി. അപ്പോൾ ഈ ഗ്യാപ്പിലാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്യണ സമയം. അപ്പോൾ ഞാൻ ഇവരുടെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചനും അവിടെയൊക്കെ മൊത്തം ഒന്ന് എൻ്റേതായ ഒരു ഒതുക്കലും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ വീണ്ടും വന്ന് നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, നമ്മുടെ പട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് ഞാൻ വന്ന ഒറ്റ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും 10-10:30 ആകുമ്പോൾ ഇവരെന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്, കാരണം അല്ലാണ്ട് ശരിയാവണില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് രണ്ടാളെയും കയറ്റി ഇനി ഇവർ സുഖമായി കിടന്ന് ഉറങ്ങിക്കോളൂ. അതൊരു 8 മണി 8:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ പണി. അപ്പോൾ ഇത് മുഴുവൻ 26ൻ്റെ ആൻറ്റിക് കളക്ഷൻസാണ് കേട്ടോ. ആൻറ്റിക്കിൻ്റെ വളകളാണ്, 26 ആണ് അളവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇതിൻ്റെ ആ സൈസ് ഉണ്ടോ ഈ സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ഫുൾ ഫോട്ടോസ് എടുക്കാത്ത കാരണം എനിക്ക് ചിലപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് 26 അളവുള്ളവർക്ക് വേണമെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അപ്പം അതിൻ്റെ വിലയും പറഞ്ഞു തരാം. സാധനം സ്റ്റോക്ക് ഉണ്ടോയെന്നും എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എളുപ്പപ്പണിക്ക് ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ് എടുത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്ന ആ ബോക്സ് എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. കാരണം എന്ത് തന്നെയായാലും ഈ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത് തപ്പിപ്പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത ഫോട്ടോസിൻ്റെ ആ ബോക്സ് നേരെ ഞാനിപ്പോൾ ഇവിടെ ദിവാൻമ കൊണ്ടുവയ്ക്കുക. അപ്പോൾ എനിക്ക് കുറേ സമയം ലാഭമുണ്ട്. അല്ലെങ്കിൽ ഓരോ ബോക്സും തപ്പി നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ 2.4 ഉണ്ടോ 2.8 ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇന്നെടുത്തത് 2.6ൻ്റെ ബോക്സ് മാത്രമാണ്. അതിൻ്റെ പാറ്റേണുകളാണ് ഇത് കേട്ടോ. അപ്പോൾ പേളുണ്ട്, റൂബി ഉണ്ട്, ജെയ്ഡ് മാത്രമുണ്ട്, ഒക്കെ കെം സ്റ്റോൺസാണ്, സൂപ്പർ സ്റ്റോൺസാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല കാണുമ്പോൾ. വാങ്ങിച്ചവരൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ്. ഡിസൈനൊക്കെ ചിലത് മുമ്പത്തെ ഡിസൈൻ തന്നെയാണ്, പക്ഷേ കുറേ പേര് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ പേർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഗോൾഡിൻ്റെ കളറല്ലല്ലോ, അപ്പോൾ ഭംഗി ഉണ്ടാവില്ലേന്ന്. ഇതാണ് ആൻറ്റിക്കിൻ്റെ കളറ്. നമ്മളിപ്പോൾ സ്വർണ്ണക്കടയിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പോഴും ഇതാണ് സെയിം കളറ്. അത് അറിയുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇത് പേളും ഇത് റൂബിയുടെയും ഇത് ഗ്രീന്.
അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും കൂടി ഒരു എളുപ്പം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കറിയാം സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വലിയ പാടാവും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ സെക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ 3 ഡിസൈൻ ഉണ്ടെന്നും അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 8 മണി തൊട്ട് 10 മണി ശരിക്കും ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ വളരെ വിഷമിച്ചെടുത്ത വീഡിയോസും ഫോട്ടോസുമാണ് ഇത് കേട്ടോ. ഫോട്ടോസ് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഇടാൻ വേണമല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോസ് ഉണ്ട്, സ്റ്റില്ലും കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് മറ്റേ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവാം, ചിലപ്പോൾ എടുത്ത ആംഗിൾ ശരിയാവില്ല. അപ്പോൾ അതൊക്കെ പൊറുക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ലക്ഷ്മിയുടെ വളകളാണ്. മൾട്ടി കളർ നല്ല ഭംഗിയുള്ള വളകളാണ്. ഒന്ന് ഇത്തിരി വലുതാണ്, ഒന്ന് ഇത്തിരി ചെറുതാണ്. ഡിസൈനും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ ഓരോന്ന് ഇട്ടാൽ മതി. അതും എന്താ പറയുക, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ലക്ഷ്മിയുടെ കുറേ പേര് എൻ്റെ ഈ അഷ്ടലക്ഷ്മി കൊണ്ടുപോകാറുണ്ട്, സാധാരണ ലക്ഷ്മി കൊണ്ടുപോകാറുണ്ട്. ആൻറ്റിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തിരഞ്ഞെടുത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ആൻറ്റിക്ക് കൊണ്ടുപോകാറ് കേട്ടോ. അത് അറിയുന്നവർക്കാണ് ആൻറ്റിക്കിനോട് കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവുക. അല്ലാത്തവർക്ക് അയ്യോ ഇത് ഇങ്ങനെ സ്വർണ്ണമല്ല എന്ന് തോന്നും, അങ്ങനത്തെ ഒരു ചിന്തയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള, ഇതൊക്കെ കുറേ പോയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പച്ച ജെയ്ഡിൻ്റെ നല്ല ഭംഗിയുള്ള കെം സ്റ്റോണാണ്. നല്ല എന്താ പറയുക, എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം, ഉപയോഗിക്കുന്നവർക്കറിയാം ഇത് കണ്ടാൽ എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നണം ആൻറ്റിക്കിൻ്റെ കളർ വേണ്ട, എനിക്ക് ഗോൾഡിൻ്റെ കളറിൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കിത് പ്ലേറ്റ് ചെയ്താൽ ഗോൾഡിൻ്റെ കളറിലേക്ക് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനത് വേറൊരു ദിവസം ആൻറ്റിക്കിൻ്റെ ഗോൾഡ് ആക്കിയതിൻ്റെയും കൂടിയിട്ടുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതും ലക്ഷ്മിയുടെയാണ്, മറ്റേ മിക്സഡാണ്, റൂബിയും ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചിലർ ഇതിൽ വെള്ളക്കല്ലുണ്ടോ, അപ്പോൾ വേറെ കല്ലുകൾ ചോദിക്കും. അധിക ഭാഗം ഇങ്ങനത്തെ സ്റ്റോൺസിന് ഇങ്ങനത്തെ പാറ്റേൺ ഇങ്ങനത്തെ സ്റ്റോൺസാണ് കേട്ടോ വരിക. അല്ലാണ്ട് ഇത് സാധാരണ സ്റ്റോണല്ല, കെം സ്റ്റോൺസാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുക്കാവുന്ന രീതിയിൽ ഞാൻ ഭംഗിയിൽ ഇപ്പോൾ ഇതിപ്പോൾ ലക്ഷ്മിയുടെ 3 പാറ്റേൺ ഉണ്ടെന്നാണ് ഈ 3 ഫോട്ടോ കൂടി ഒന്നിച്ച് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിശദമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോന്നിനും വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇത് പിന്നെ പേളിൻ്റെയാണ്. ഇത് ആൻറ്റിക്ക് ആണോ എന്ന് ചോദിച്ചാണ്, എന്നല്ല, പേളാണ് ആയതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ കാണില്ല. കണ്ടാൽ കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 2 പാറ്റേണാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇതിൽ ശരിക്കും ഇടയിൽ സ്ക്വയർ കാണുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയർ ഉള്ളത്, ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോണത് സാധാരണയും സ്ക്വയറും കൂടിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിനാണ് ഞാൻ അത്രയും സെക്ഷനായിട്ട് ഫോട്ടോസ് പോലും എടുത്തിട്ടുള്ളത് കേട്ടോ, നിങ്ങൾക്ക് വിശദമായിട്ട് ഒരു സംശയം ഇല്ലാണ്ടിരിക്കാൻ. ഇത് നമ്മുടെ ആൻറ്റിക്കിലുള്ള പേളാണ്. അപ്പോൾ അതിൽ വരുന്ന പേളിന് കളർ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ഒരു എന്ത് പറയുക, ഒരു ഷൈനിങ് കൂടുതലുള്ള തരം പേളാണ് അത് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കും അറിയുന്നവർക്കും അറിയാം അതിൻ്റെ വ്യത്യാസം. ഇതും അതുപോലെ തന്നെയാണ് ലക്ഷ്മിയുള്ളത്. ഇടയിൽ കുഞ്ഞ് ലക്ഷ്മിയുടെ ഇതാണ്. ഓരോ വളയിട്ടാലും മതി. അല്ല ഇപ്പോൾ കല്യാണങ്ങൾക്ക് പെൺകുട്ടികൾക്ക് കൊണ്ടുപോകുന്നുണ്ട് ആൻറ്റിക്കിൻ്റെ മാലയ്ക്കൊപ്പം ഇടാൻ വേണ്ടി, ഹാരത്തിൻ്റെ ഒക്കെ കൂടെ. അതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 ലക്ഷ്മിയുടെ വള അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്നിട്ടിട്ട് ഇടയിലിടാണ്. ഇതിലിപ്പോൾ 3 പാറ്റേൺ ഉണ്ട്. ഒന്ന് റൂബി, ജെയ്ഡ്, പേള്. ഒന്നിൽ റൂബിയും പേളും മാത്രം, ഒന്ന് റൂബി മാത്രം. അപ്പോൾ അതും വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും തിരിച്ച് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് തെറ്റാണ്ടിരിക്കാനാണ്. ഓർഡർ ചെയ്യുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഇത് 3 പാറ്റേണാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതുകൂടെ ഞാൻ ആ പേളിൻ്റെ സെറ്റും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ആ പേളിൻ്റെ ഫുൾ സെറ്റുകൾ വരുന്നത്. ഒന്ന് റൂബിയാണ്, മറ്റേതൊക്കെ പേളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു റൂബി ഒറ്റയ്ക്ക്, പിന്നെ ഗ്രീൻ ഒറ്റയ്ക്ക്, പിന്നെ പേൾ ഒറ്റയ്ക്കായിട്ട് അതിൻ്റെ
ഇത് മൾട്ടി കളർ റൂബിയും ഗ്രീനും കൂടിയിട്ടുള്ള കളറാണ് ഇത് വരുന്നത് കേട്ടോ. 3 കൂടിയിട്ടില്ല, 2 കൂടിയിട്ടുള്ള കളറാണ് ഇത് വരുന്നത്. അപ്പോൾ എല്ലാതും വ്യത്യാസമായിട്ട് മനസ്സിലാവുക. ഒറ്റയ്ക്ക് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് റൂബി ഗ്രീനും, ഒന്ന് പേള് മാത്രം, ഒന്ന് റെഡ് മാത്രം, ഒന്ന് ഗ്രീന് മാത്രം, ഇങ്ങനെ 4 പാറ്റേണാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണു, സ്റ്റോക്ക് വളരെ കുറവാണ്. ഈ വക ഐറ്റംസ് കിട്ടാൻ ഒരിത്തിരി പാടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർ എനിക്ക് വേഗം മെസ്സേജ് ചെയ്ത് അത് ഓർഡർ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും. കാരണം ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്ത് വിളിച്ച് ചോദിക്കും, വൈകുന്നേരം പറയാമെന്ന് അവർ മനസ്സിൽ വിചാരിക്കും, വൈകുന്നേരം ചോദിക്കുമ്പോഴേക്കും സാധനം ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേണം എന്ന് തോന്നുന്ന ഐറ്റം അപ്പം ഓർഡർ ചെയ്ത് ഉറപ്പ് വരുത്താം കേട്ടോ. ഇതൊക്കെ റൂബിയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളകളാണ്. ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും പ്രത്യേകം ഞാൻ വീഡിയോ ഫോട്ടോ എടുത്ത കാരണം വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നാളെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഫംഗ്ഷനുണ്ട്, പിന്നെ മറ്റന്നാൾ സൺഡേ ആണ്. അപ്പോൾ തിക്കും തിരക്കും പിന്നെ പിള്ളേർസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളിതിങ്ങനെ ഓരോന്ന് എനിക്ക് അതിൻ്റെ ഫോട്ടോ കാണിക്കൂ, ഇതിൻ്റെ ഫോട്ടോ കാണിക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വിശദമായിട്ട് എടുത്ത് കാണിച്ചു തരണത് കേട്ടോ. ഇത് നമ്മുടെ ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഇപ്പോൾ ഈ ഒരൊറ്റ പാറ്റേൺ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറയുന്നു, ബ്ലാക്കിൽ 2/4 2 പാറ്റേൺ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല, ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ബ്ലാക്കിൽ 2/6 ഈ ഒരൊറ്റ പാറ്റേണുള്ളൂ കേട്ടോ. പിന്നെ ഇത് അതുപോലെ ഭംഗിയുള്ളൊരു വളയാണ്. പകുതി റൂബിയും പകുതി ജെയ്ഡും കണ്ടോ. ഇതിൻ്റെ ഹാഫ് പാർട്ട് ഗ്രീനും അടുത്ത ഹാഫ് റൂബിയാണ് വരുന്നത്. ഇടയിലുള്ള 2 ഭാഗം ഗോൾഡും കണ്ടോ. അപ്പം ഞാനതിനാണ് വിശദമായിട്ട് ഞാൻ പറയണതും കാണിക്കണതും കേട്ടോ. ഞാനതാ പറഞ്ഞത്, ഇന്ന് ഞാൻ 8 മണി തൊട്ട് 10 മണി വരെ ഇതിൻ്റെ മുമ്പിൽ എന്നെ ഇരുന്നു കൊണ്ടായിരുന്നു പണി. എന്തായാലും ഡാഡി മാച്ച് കാണാണ്, പിള്ളേരെയും കൊണ്ട് ഡിവൈൻ ഉറങ്ങാൻ പോയി, ഡോൺ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ പണികൾ വേഗം അങ്ങോട്ട് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരൊറ്റ ഇരിപ്പിരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ അതിൻ്റെ തന്നെ തടവളയാണ്, ആൻറ്റിക്കാണ്, കണ്ടറിയാലോ നിങ്ങൾക്ക്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് നിങ്ങൾക്ക് അങ്ങനെ പ്ലേറ്റ് ചെയ്ത് ഈ കളർ വേണ്ടാന്ന് തോന്നിയാൽ നമ്മൾക്ക് പ്ലേറ്റ് ചെയ്ത ഗോൾഡിൻ്റെ കളറിലേക്ക് തിരിച്ചു വരും. ഈ എനാമലും ഈ സ്റ്റോണൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ചില സ്റ്റോൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ ലോക്കൽ ഇങ്ങനത്തെ ആണെങ്കിൽ അത് ഉരുകിപ്പോവും. അപ്പോൾ അതിനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഏതാണ് നല്ലത് ഏതാണ് മോശം എനിക്ക് കണ്ടറിയില്ല, ഡാഡിക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് അതുപോലെ ഒരു വെറൈറ്റി സംഭവമാണ്. റോസിൻ്റെ ഫ്ലവേഴ്സ് ശരിക്കും ഇങ്ങനെ ഓരോ പൂക്കളും എടുത്ത് വെച്ച പോലെയാണ് കണ്ടോ. ഇങ്ങനെ എന്താ പറയുക, ശരിക്കും പെറുക്കി വെച്ച പോലെയുള്ള റോസാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഈ 2 എണ്ണം തന്നെയുള്ളൂ. ഇത് നമ്മുടെ പേസ്റ്റൽ. സാധാരണ ഗോൾഡിൽ നമുക്ക് പേസ്റ്റൽ ഗ്രീനും പീച്ചും പിങ്കൊക്കെ ഉണ്ട്, പക്ഷേ ആൻറ്റിക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആൻറ്റിക്കിൽ വന്നിട്ടുള്ള പീസാണ്. ഇതും ഈ പറഞ്ഞ പോലെ 2 പീസുള്ളൂ. ഒക്കെ പടപടാന്ന് കഴിഞ്ഞ് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ആൻറ്റിക്ക് വളകളുടെ വിശേഷങ്ങൾ. പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനിയും കണ്ടമാനം വളകളുണ്ട്. 2.6-ൻ്റെയും 2.8-ഉം 2.10 2.2 ഇതിൻ്റെയൊക്കെ ആൻറ്റിക്കിൻ്റെ വേർഷനുണ്ട്. അപ്പോൾ ഞാനത് ഈ പറഞ്ഞ പോലെ സമാധാനത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ പറഞ്ഞ പോലെ കണ്ടമാനം പോയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നവരിൽ കുറേ ഒരു 50 പേരെങ്കിലും പറയും, അയ്യോ ഇതെൻ്റെ വളയല്ലേ എന്ന് പറയുന്നവരുണ്ടാവും കേട്ടോ. അതുപോലെ ഇതും അതെ, നല്ലൊരു ഐറ്റമാണ്. റൂബിയും ഗ്രീനും കൂടിയിട്ടുള്ളതാണ്. ഇതൊരെണ്ണം ഇട്ടിട്ട് ഒരു ചെറിയൊരു നെക്ലസ് വേണമെങ്കിൽ നെക്ലസ്, അല്ലെങ്കിൽ സാധാരണ മാലയും ഒരു ചെറിയ ലോക്കറ്റും ഒരു സ്റ്റഡും ഇട്ടാൽ മതി. സിമ്പിളായിട്ട് പക്ഷേ ഏറ്റവും ഭംഗിയിലുള്ള ഒരു എന്താ പറയുക സെറ്റാവും അത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ ഗ്രീൻ വന്നിരുന്നു, ഗ്രീനും റൂബിയും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഈ ഒരൊറ്റ എണ്ണം തന്നെയുള്ളൂ. രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കിയിട്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ചിലത് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 3ഉം 4ഉം വീതമുണ്ട്, ചിലത് ഓരോന്ന് തന്നെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ വേഗം പറഞ്ഞാൽ ഞാൻ വേഗം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഫുൾ പേളാണ്, ആൻറ്റിക്കാണ്, മറ്റേ ഗോൾഡിൻ്റെ അല്ല, ആൻറ്റിക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, ഇത് ആൻറ്റിക്കിൽ വരുന്ന ഐറ്റാണ് കേട്ടോ. ഫുൾ പേൾസാണ്, നിറച്ച് എന്താ പറയുക, നല്ല ഭംഗിയുള്ള പേളാണ്. അപ്പോൾ പേളാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പേളിന് അതിൻ്റേതായ ഒരു റോയൽ ലുക്കുണ്ട്. അങ്ങനെയാണ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു റൂബിയും പിന്നെ ഒരു എന്ത് കളറെന്നാണ് പറയുക, അതിനൊരു ട്രാൻസ്പാരൻറ്റ് കളർ, എന്നാൽ വൈറ്റ് അല്ല, അങ്ങനെയുള്ള ഭയങ്കര ഭംഗിയാണ്. ഇത് ഫോട്ടോയിൽ എത്രത്തോളം
നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വളയ്ക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഡാഡിയും മോനും പണി 10 മതി. ഇനി കുട്ടികളെയൊക്കെ കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയി. ഇനിയിപ്പോൾ ഞാനും ഡാഡിയും ഡോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വേഗം അവർ വേഗം എടുത്ത് വരുമ്പോഴേക്കും ഞാൻ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ നിന്നത്. അപ്പോൾ ഇന്ന് ചിക്കനും ചപ്പാത്തിയായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്ക് നോക്കാൻ പോയി കിടന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇവിടെയൊക്കെ ആകെ വലിച്ചു വരിയിട്ടിട്ട് കുറച്ച് ദിവസമായി ഞാനിത് വാഷ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, എന്തായാലും നമുക്കിതൊന്ന് ഇന്ന് ഇട്ടിട്ട് കിടക്കാം, കാരണം അല്ലെങ്കിൽ ശരിക്കും പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാനും ഡാഡിയും കൂടി അത് ഒതുക്കാൻ നിന്നതാട്ടോ. ഞാൻ ഒതുക്കട വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനത് വെച്ചപ്പം മാറിപ്പോയി തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഇവിടുത്തെ ഞാൻ ശ്രദ്ധിച്ചില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് ചില സമയത്ത് മറ്റേ മറ്റേ ധൂപം കത്തിച്ചിട്ട് അതിലിറക്കി വെക്കും. അപ്പോൾ അങ്ങനെ വന്ന് ചൂടായിട്ട് കേടായി തന്നെ കേട്ടോ ആ ചെടി, ആ മുക്കിലത്തെ അത് മാറ്റണം. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു പട്ടിയുടെ ഇറച്ചിയും കൂടി വേവിക്കാണ്ട് അതും കൂടി വേവിക്കാൻ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് വെന്തോളും. ഒരു 20 മിനിറ്റ് അതിലിട്ട് കഴിഞ്ഞാൽ ആ സംഭവം വേവും. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ മീൻ ഇട്ടതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേരുകൾ അന്ന് ഗപ്പി കൊണ്ടുവന്നപ്പോൾ ഇതും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗപ്പി കൊണ്ടുവന്നപ്പോൾ വേഗം അവിടെ ഇട്ട് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയിട്ടാണ്. കുറേ ഉണ്ടായിരുന്നതാ, മുമ്പ് തൊട്ടേ ഉള്ളതാ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നാൾ അമ്മയുടെ അനിയത്തിയുടെ നെല്ലൂന്തമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടില്ലേ ഒരു പട്ടിക്കുട്ടീനെ, അവിടെ നിന്നാണിത് കണ്ടത് കേട്ടോ. ഇങ്ങനത്തെ ഫിഷ് ടാങ്ക് അങ്ങനെ പണിതത് അത്. ഇത് നമ്മളിത് ഇന്നിട്ടത് വിൻചിയും ഇട്ടത് കാണാൻ നല്ല രസമുണ്ട്. കാറ്റുകാലമായ കാരണം അത് കിടന്ന് കണികണേന്നും കിടന്ന് ആടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കിടന്ന് ആടി ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നതാണ്. മുമ്പ് നമ്മൾ ലൈറ്റ് ഇട്ടിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ഇട്ടിട്ട് കിടക്കുമ്പോൾ ഈച്ചകൾ ലൈറ്റിലേക്ക് വരുമല്ലോ, അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചത്ത് കിടക്കുക. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ലൈറ്റ് അത് ഓഫ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് ഇടുന്നതിന് മുമ്പുള്ള ഇട്ടതിന് ശേഷമുള്ള വീഡിയോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പിള്ളേരൊക്കെ കിടന്നതിന് ശേഷമാണ് ഞാനും ഡാഡിയും കൂടിയിട്ട് ഇത് ഇടാൻ നിന്നത്. കാരണം കുട്ടികളുള്ളപ്പോൾ ഇത് നടക്കില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളുമ്പോഴത്തെ കൊച്ചു പാർട്ടീഷൻ ചെറിയ പോർഷൻ ഇടുന്നത് ഏതോ അലമാരിയിലാണ് ഇരിക്കണത്. ഈ നേരത്തെ ഇനി അത് തപ്പാനായിട്ട് എനിക്ക് വയ്യ. അപ്പോൾ എന്തായാലും ഞാനും ഡാഡിയും കൂടിയിട്ട് അത് അതിൻ്റെ അടിയൊക്കെ ഡൗൺ തുടച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഇനി ഇട്ടാൽ ശരിയാവില്ല വെച്ചിട്ട് ഞാൻ വേഗം ഇട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പട്ടിക്ക് കൊടുക്കുക. മറ്റേ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അവർക്ക് ഈ ഇറച്ചി ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മളുടെ അകത്തുള്ള ഒരു കിണ്ണത്തിൽ കൊണ്ടുപോയിട്ട് അവരുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതും കൊണ്ടും ഇങ്ങോട്ട് വരിക ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ സംശയിച്ചിട്ട് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പിന്നെ നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ കണ്ടോ, അവിടെ കുഴിച്ച് ഇതാക്കിയപ്പോൾ അതിൻ്റെ ചാന്തിട്ടതൊക്കെ പോയി ഭയങ്കര വൃത്തിയാണ്. ഇതുപോലെ റെഡ് പെയിൻ്റ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ മൊത്തം. അപ്പോൾ ഇനി വേണം അതൊക്കെ ചെയ്യാനായിട്ട്. ആകെ എന്താ പറയുക, പാണ്ടും ചൂട്ടായിട്ട് കിടക്കുക എന്ന് പറയില്ല, അതുപോലെയായി വീട് മൊത്തം ചുറ്റും. പുറത്താണ് അധിക ഭാഗം, പിന്നെ നമ്മുടെ ആ കോണീൻ്റെ ഭാഗം, ബാക്കിയുള്ള ഭാഗമൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഇതിങ്ങനെ കിടക്കണമാകുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ്. എനിക്കത് എല്ലാ ഭാഗവും നമ്മളങ്ങനെ പെയിൻറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്ന കാരണം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ ഇനി ഒരു സമയത്ത് ഫ്രീ കിട്ടണമില്ല, കിട്ടിയിട്ട് വേണ്ടേ നമ്മൾ ഇതിലേക്കൊക്കെ കടക്കാനായിട്ട്. മുമ്പ് ആ 2 വശത്തുണ്ടായിരുന്ന നമ്മളുടെ ചെടികൾ വെച്ചിരുന്ന ആ സ്റ്റാൻഡുള്ള ഫുൾ ബ്ലാക്ക് പെയിൻ്റ് ആയിരുന്നു. ഈ ബാക്കിൽ മൊത്തം ഈ മെറൂൺ പെയിൻ്റ് ആയിരുന്നു. അത്രയും ഭംഗിയിൽ കൊണ്ടു നടന്നതാണ്. പക്ഷേ നമ്മൾ പറയില്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകുമെന്ന് പറയില്ലേ. പക്ഷേ എനിക്കെന്തോ അങ്ങനെ കണ്ട മനസ്സിലും എന്തോ ഒരു വിഷമാണ്. എനിക്കതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പം ഞാൻ നിർബന്ധിച്ച് ഡാഡിയെ കൊണ്ട് ഓരോ ഭാഗം ചെയ്യിക്കും. നിങ്ങൾ അന്ന് കണ്ടതല്ലേ കുട്ടികളില്ലാത്ത ഗ്യാപ്പിൽ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യിച്ചത്. അപ്പോൾ അതുപോലെ എനിക്ക് അങ്ങനെ ഉള്ള ഭാഗം ക്ലിയറാക്കി ചെറുതായാലും ഉള്ളത് ഏറ്റവും ഭംഗിയിൽ കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ ചില സമയത്ത് നടക്കില്ല. തിരക്കുകളും അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ അപ്പോൾ ഇത് നാളെ രാവിലേക്കുള്ള ബ്രെഡ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. കാരണം നാളെ ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന ദിവസം ഹെവി ആയിട്ട് രാവിലെ സാധാരണ ഒന്നും കഴിക്കാറില്ല. കാരണം എങ്ങനെ വന്നാലും ഞങ്ങൾ കഴിക്കുമ്പോൾ കുട്ടികളെയൊക്കെ വിട്ടിട്ട് 9:30-10 ആകുമ്പോഴാവും കഴിക്കുക. അപ്പോൾ ആ കഴിക്കുന്നത് ഹെവി ആയിട്ട് കഴിച്ചാൽ പിന്നെ പോകുന്നിടത്ത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്രയുള്ള ദിവസം രാവിലെ ലൈറ്റായിട്ട് വല്ല ബ്രെഡ് മുട്ടയോ അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാറ് പതിവ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വരുമ്പോൾ
ഇപ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് എപ്പോഴും ഞാനിത് വായിച്ചിട്ടാണ് ഞാൻ എണീക്കുക. ഇത് നമ്മുടെ ജയന്തിയും അമ്മയും വന്നപ്പോൾ അമ്മയുടെ പിറന്നാളിന് വന്നപ്പോൾ എനിക്ക് തന്നതാണ്. ഞാനിപ്പോൾ എപ്പോഴും ഇടയ്ക്ക് ഇതൊന്ന് വായിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഗുഡ് വൈബ്സ് ഓൺലി, ഡ്രീം ബിഗ്, സ്റ്റേ ഹമ്പിൾ, സ്മൈൽ മോർ, വറി ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും അത് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അതിങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ നമ്മളും അതുപോലെ ആയിത്തീരും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കും വെറുതെയാണ് നമ്മൾ ആ ടെൻഷൻ അടിച്ചത്, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു വാക്കാണ് കേട്ടോ അത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് കൊണ്ടുവന്ന അന്ന് തൊട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും അത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി എനിക്ക് ബാക്കി പണിയുള്ളതാണ്, ബാക്കി ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനുള്ളതാണ്. പക്ഷേ അതും കൂടി നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം അത് ഞാൻ കാണിക്കില്ല. നാളെ ഞങ്ങൾ ഗെറ്റ് ടുഗദർ വീണ്ടുമാണ്. കുറേ ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരയ്ക്ക് ബൈ.